പുസ്തക പ്രസാധ സംഘത്തിൻ്റെ 150ാമത്തെ പുസ്തകമാണ് മന്ദാകിനി നാരായണൻ. ഈ പുസ്തകം മായുടെ 100ാം ജന്മദിനത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. മന്ദാകിനി നാരായണൻ്റെ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ മന്ദാകിനി നാരായണൻ്റെ മകളുമായ കെ അജിത ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ജെ രഘു ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. അജേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി പറയും. മന്ദാകിനി നാരായണൻ എൻ്റെ അമ്മയാണ്. അമ്മ 2006 ഡിസംബർ 16-ാം തീയതിയാണ് ഈ ലോകം വിട്ടുപോയത്. എനിക്ക് ഞാനിപ്പോൾ പണ്ടാരം പറഞ്ഞ മാതിരി ഇതിനെപ്പറ്റി പറയാൻ ഞാൻ എവിടുന്ന് തുടങ്ങണം ഒരവസ്ഥയാണുള്ളത്. കാരണം അമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം, അച്ഛനും അമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഞാൻ എഴുതിയതല്ല കേട്ടോ. ഞാനത് എഡിറ്റ് ചെയ്തതാണ്. ജനറൽ എഡിറ്റർ എന്നാണ്. അമ്മയെപ്പറ്റി പലരും എഴുതിയ, പല കാലഘട്ടങ്ങളിൽ പലരും എഴുതിയ പുസ്തകങ്ങൾ. ഒന്ന്, ഒരമ്മ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മ ജയിലിലേക്ക്, കോഴിക്കോട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ച് കൊണ്ടിരുന്ന കത്തുകൾ. പിന്നെ ഒന്ന്, മറിക്കാത്ത താളുകൾ എന്ന് പറഞ്ഞ് അമ്മയെപ്പറ്റി എഴുതണമെന്ന് വളരെയധികം ആവേശത്തോടു കൂടി KP ഗിരിജയും മിനി സുകുമാറും അവർ ഇൻ്റർവ്യൂ ചെയ്ത് പല ഘട്ടങ്ങളിലായി, ഒരു ദിവസം കൊണ്ടുള്ള ഇൻ്റർവ്യൂ ഒന്നുമല്ല, അവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങനെ ശേഖരിച്ച വിവരങ്ങളൊക്കെ വെച്ച് എഴുതിയ പുസ്തകം. ഏറ്റവും ആദ്യം ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അതൊന്നുമല്ല. മാതാറ്റുമ എന്ന് പറഞ്ഞ ഒരു ഫിലിം, ഡോക്യുമെൻ്ററി എന്ന് പറയാം അല്ലേ. ഡോക്യുമെൻ്ററി ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ. പലതും കാണുമ്പോൾ എനിക്കൊക്കെ അത്രയും പേഴ്സണലായിട്ട് ബന്ധമുള്ളതുകൊണ്ട് മാതാറ്റുമ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ CS വെങ്കിടേശ്വരൻ, ഞങ്ങളൊക്കെ വെങ്കിടി എന്ന് വിളിക്കുന്ന CS വെങ്കിടേശ്വരൻ ഡയറക്റ്റ് ചെയ്ത ഒരു ഫിലിം, ഡോക്യുമെൻ്ററി ഫിലിം. അതിൻ്റെ സ്ക്രിപ്റ്റാണ് ആദ്യം തന്നെ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ അറിയാം, എൻ്റെ അമ്മയ്ക്ക് ഈ ഡോക്യുമെൻ്ററി ഫിലിം എടുക്കുമ്പോൾ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് ആളുകൾ, ഒരു തരം സ്നേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രഷർ ഉപയോഗിച്ചിട്ടാണ് അമ്മയുടെ ഈ ഡോക്യുമെൻ്ററി, ഫ്രണ്ട്സ് ഓഫ് മാ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയാം, അവരെടുത്തത്. കുറേ ആളുകളുടെ, സത്യം പറഞ്ഞാൽ അത് കുറച്ച് പേരൊന്നുമല്ല, ഒരു കൂട്ടം ആളുകൾ. ഡോക്ടർ ബ്രഹ്മപുത്രൻ, ഈ KP രമേശാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി അതിൻ്റെ ഫിലിം എടുത്തത്. പിന്നെ മണിലാലുണ്ടായിരുന്നു, മുകുന്ദനുണ്ണി ഉണ്ടായിരുന്നു, ആരൊക്കെയോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് യാക്കൂബ്, TP യാക്കൂബ്. അങ്ങനെ ഞാൻ ഒരാളെ പേര് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. എനിക്ക് തലയിൽ കിട്ടിയ പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ആ ഡോക്യുമെൻ്ററി അമ്മയുടെ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളാണ്. മാതാ എന്ന് പറയുന്നത് അമ്മയെ ചെറുപ്പകാലത്ത് അമ്മയുടെ അച്ഛൻ വിളിച്ചിരുന്ന പേരാ. മാതാ എന്നാണ് അച്ഛൻ മോളെ വിളിച്ചിരുന്നത്. മാതാറ്റുമ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാൻ്റെ മന്ദാകിനി എന്നുള്ള ഘട്ടം. മൂന്നാമത്തത് മാ എന്ന് ഞങ്ങളിപ്പം വിളിക്കും. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ഓഫ് മാ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മുതൽ ആ നാട്ടിലുള്ള എല്ലാവരും അമ്മയെ വിളിച്ചിരുന്നത് മാ എന്നായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും മാ ആയി തീർന്ന എൻ്റെ അമ്മയെപ്പറ്റി ഇങ്ങനെ ഒരു പുസ്തകം വരണം എന്ന്
തീരുമാനിച്ചത് അതും ഫ്രണ്ട്സ് ഓഫ് മാ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതും ഞാനല്ല തീരുമാനിച്ചത്. ഇതെല്ലാം അതായത് അമ്മയ്ക്ക് ജീവിത അവസാന കാലത്ത് പാട്ടിനോട് താല്പര്യമുണ്ടായിരുന്നു, ചിത്രം വരയോട് താല്പര്യമുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് പുതുതലമുറയിലുള്ള ആളുകളാണ്, അല്ലാണ്ട് പ്രായമുള്ള അവരെ അതേ പ്രായത്തിലുള്ള ആൾക്കാരൊന്നുമല്ല. അവരോടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എന്നാലും അമ്മയെ കാണാൻ വരുന്നത് മുഴുവൻ പുതുതലമുറയിലുള്ള ആളുകളാണ്. അവരോടൊക്കെ ഇപ്പോൾ കുറേ ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ പേര് ഞാൻ മറ്റേ ഇതിൽ പറഞ്ഞല്ലോ. ഡോക്ടർ കൃഷ്ണകുമാറൊക്കെ അമ്മയുടെ ഫ്രണ്ട്സ് ഓഫ് മായിൽ പെട്ടതാണ്. ഡോക്ടർ സുരേഷ് കുമാർ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ എടുത്തിരുന്ന മുൻകൈ എടുത്തിട്ടുള്ള, എപ്പോഴും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കൊണ്ടു നടക്കുന്ന ഡോക്ടറാണ്. അങ്ങനെ കുറേ ഡോക്ടർമാരുണ്ടായിരുന്നു. അല്ലാതെയും സാഹിത്യകാരന്മാർ, ചമ്പൂനെ പോലെയുള്ള ആർക്കിടെക്ട്സ്, ഇങ്ങനെയുള്ള കുറേ പലതരം പല വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള യുവാക്കൾ എൻ്റെ അമ്മയുടെ എന്താ പറയുക കൂട്ടുകാരായിരുന്നു. അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ സംവദിക്കുന്ന ഒരു രീതി, ഒരു മെത്തേഡ് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഫ്രണ്ട്സ് ഓഫ് മാ എന്ന് പറഞ്ഞ കൂട്ടായ്മയുടെ ഒരു പ്രോഡക്റ്റാണ് ഈ ബുക്ക്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റെടുത്തുനിന്ന് മാത്രം അത് ഞാൻ സഹായിച്ചു. 19 വർഷം കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ മരിച്ചിട്ട് 19 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങാനും. അമ്മയുടെ ജന്മശതാബ്ദി, അത് കഴിഞ്ഞ ഒക്ടോബർ 25, 2025 അമ്മയുടെ ജന്മശതാബ്ദി. അന്ന് കോഴിക്കോട് വലിയൊരു പരിപാടി നടത്താനും ഒക്കെ മുൻകൈ എടുത്തത് ഫ്രണ്ട്സ് ഓഫ് മാ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത കാലത്തെങ്ങും 19 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഇത്രയും സ്നേഹവും ഇത്രയും റെസ്പെക്റ്റും ആദരവും കിട്ടിയിട്ടുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ പലവിധ പരിപാടികളും നടത്തുകയുണ്ടായി. ഈ ബുക്കിൻ്റെ പ്രകാശനം, അതുപോലെ ഈ സിനിമയുടെ പ്രദർശനം, അങ്ങനെ അമ്മയെപ്പറ്റി എങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും അത്രയും മാക്സിമം രീതിയിൽ ആ പരിപാടി ഗംഭീരമായി നടന്നു. ഒരുപാട് ജനങ്ങൾ അതിൽ പങ്കെടുത്ത പലരും പറഞ്ഞത് ഇത്രയും നല്ല ഒരു പരിപാടി ഞങ്ങളാരും അടുത്ത കാലത്തൊന്നും പങ്കെടുത്തിട്ടില്ല എന്നായിരുന്നു. എന്തായാലും അത്രയും ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ പുസ്തകം വായിച്ചോന്ന് ചോദിച്ചാൽ ഞാനല്ലേ ഇത് എഡിറ്റ് ചെയ്ത്, പിന്നെ വായിച്ചോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. ഇത് എൻ്റെ ഹൃദയമാണ്, എൻ്റെ മനസ്സാണ്, എൻ്റെ ആത്മാവാണ് ഈ പുസ്തകം. ഇത് വായിച്ചവരാണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്. മായുടെ സ്ഥാനം എന്തായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ? മാ എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടന്ന ഒരാളല്ല എന്നുള്ളത് ഇത് വായിച്ചാൽ അറിയാം. മാ വളരെ പൊളിറ്റിക്കലായിരുന്നു. വളരെ ലോകം മുഴുവനും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ എൻ്റെ ഫെമിനിസ്റ്റ് പ്രവർത്തനങ്ങളെ പോലും പലപ്പോഴും മാ വിമർശിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ട്, ഞാൻ ഉള്ള കാര്യം പറയാം, എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അയാളെ പിടിച്ചു വെച്ച് ഗരാവ് ചെയ്തൂടാ എന്ന് എന്നോട് എത്ര പ്രാവശ്യം എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ അയാളെങ്ങനെ വിടുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് ഇപ്പം ഞങ്ങൾക്ക് പറ്റൂല, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു മാറില്ല. അപ്പോൾ അത്രയ്ക്ക് സ്പിരിറ്റുള്ള ഒരാളായിരുന്നു എന്ന് ഞാൻ പറയാം. അപ്പം അങ്ങനെ ഞങ്ങൾ ഫെമിനിസ്റ്റ് പ്രവർത്തനങ്ങളിൽ വിമർശിക്കാറുണ്ട്. ഫെമിനിസം എന്താണെന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അന്നൊക്കെ ആദ്യം തന്നെ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മുഴുവനും ഫെമിനിസ്റ്റൊന്നും ആവുന്നില്ല. തുടക്കത്തിൽ പലതും അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റും ചെയ്യും. അപ്പം അത് കാണുമ്പം എക്സ്പീരിയൻസ് ഉള്ള മാ പറയും, ഇതിങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയും. ഞാനിതൊരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, എനിക്ക് ഫെമിനിസ്റ്റ് പ്രവർത്തനത്തിന് സാധ്യമായത് എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുകൊണ്ടാണ്. ഞങ്ങൾ കുടുംബജീവിതത്തിലും ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും
വളരെ നിർണായകമായ സ്വാധീനം വഹിച്ചിട്ടുള്ള ഒരു ആളാണ് അമ്മ. ആ രീതിയിൽ അത്രയും മഹനീയ വ്യക്തിത്വം ആയിട്ടുള്ള എൻ്റെ അമ്മയുടെ മകളായി തീരാൻ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഏറ്റെടുക്കാൻ മറ്റുള്ളവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മായയുടെ മകളായി ജനിച്ച് ജീവിക്കാൻ നറുക്കുവീണ അജിതയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര മായിച്ചിട്ടും മാഞ്ഞു പോകാൻ വീണ്ടും വീണ്ടും പുതിയ വേഷങ്ങളിൽ ഭാവങ്ങളിൽ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഇനാഗുറൽ മൊമെൻറ്റിന് നേതൃത്വം കൊടുത്ത ഏതാനും വ്യക്തികളിൽ ഒരാളിനെ പറ്റിയുള്ള പുസ്തകമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ച 4 ഭാഗങ്ങൾ, ഒരു ഡോക്യുമെൻ്ററിയുടെ തിരക്കഥ, മറ്റ് 3 പുസ്തകങ്ങൾ, ഇവയെല്ലാം കൂടെ സമാഹരിച്ചിട്ടാണ് ഈ വലിയ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ മിക്കവാറും ആളുകൾ നേരത്തെ അജിത സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ട ഏറ്റവും വൺ ഓഫ് ദി ഗ്രേറ്റ് റവല്യൂഷണറീസ് ആയ ഒരു സ്ത്രീ എന്ന നിലയ്ക്കാണ് മാ എന്ന മന്ദാകിനിയെ അനുസ്മരിക്കുന്നത്. ദീർഘകാലം നേരിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്ന മായയെ എനിക്ക് പരിചയമില്ല. അങ്ങനെയുള്ള മായയുമായിട്ട് ഇടപഴകിയുള്ള അനുഭവം എനിക്കില്ല. പക്ഷേ എനിക്ക് മറ്റൊരു മായയാണ്, മന്ദാകിനിയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അത് ഞാൻ കാണുന്നത് ഈ വിപ്ലവത്തെ സംബന്ധിച്ചിട്ടുള്ള ഇതിനകത്ത് മായയെ അനുസ്മരിക്കുന്ന പല ആളുകളും വിപ്ലവത്തെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഈവൻറ്റ് എന്ന നിലയ്ക്കാണ്. ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്ത് കളയുന്ന, തിരിച്ചു വരാനാകാത്ത വണ്ണം കുഴിച്ചു മൂടുന്ന ഒരു പൊളിറ്റിക്കൽ ഈവൻറ്റ് എന്ന നിലയ്ക്കാണ് റവല്യൂഷനെ നമ്മൾ പരമ്പരാഗതമായി കാണുന്നത്. പക്ഷേ ആ റവല്യൂഷന് മറ്റൊരർത്ഥവുമുണ്ട്. റിലേഷൻസ്, മനുഷ്യബന്ധങ്ങളെ പുനർനിർണയിക്കുകയും പുനർനിർവചിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധരാഷ്ട്രീയം കൂടിയാണ്. സംഭവം മാത്രമല്ല, ബന്ധങ്ങളും വിപ്ലവത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അങ്ങനെ മനുഷ്യബന്ധങ്ങളുടെ പുനർനിർവചനത്തിൻ്റെ ഒരു ആക്സിസ് ആയിരുന്നു മായ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മായ കാണുന്നത് റവല്യൂഷണറി മദർഹുഡ് എന്ന നിലയ്ക്കാണ്. അതാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന ആ ഭാവന, ഇമാജിനേഷനിൽ വരുന്ന മായയാണ് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. 1988 മുതലാണ് ഞാൻ മായയെ അടുത്ത് പരിചയപ്പെടുന്നത്. അല്ല, അതിനു മുൻപ് മായയെപ്പറ്റി കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ റവല്യൂഷണറി മദർഹുഡിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായി കുറച്ച് വർഷം ചെലവഴിച്ചപ്പോഴാണ് അജിതയുടെ ബയോളജിക്കൽ മദർ മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തെ ആയിരക്കണക്കിന് വിപ്ലവകാരികൾക്ക് പരിചിതയായ ഒരു മാത്രമല്ല നമ്മൾ സംസാരിക്കുന്ന റവല്യൂഷണറി മദർഹുഡ് എന്ന ആശയത്തിൻ്റെ, പ്രതീകത്തിൻ്റെ മൂർത്തി രൂപം കൂടിയാണ് ആ മായെപ്പറ്റിയുള്ള ഒരു പുസ്തകമാണ് ഇവിടെ. ഇതിൻ്റെ പ്രകാശനം കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പം ഇവിടെ ഈ മായയുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ പറയാതെ തന്നെ മായയോട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്കും ഒരമ്മയെ പോലെയാണ് അനുഭവിച്ചിട്ടുള്ളത്. ഒരു വിപ്ലവകാരിയും ഇപ്പം 2 തരം ഉണ്ടെന്ന്, മന്ദാകിനി എന്ന ഉണ്ടെന്ന് നമുക്ക് പറയാം. നേരിട്ട് രാഷ്ട്രീയ വിപ്ലവ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ത്യാഗങ്ങളും മർദ്ദനങ്ങളും മറ്റ് അനവധി പീഡകളും അനുഭവിച്ച എന്ന വിപ്ലവകാരിയുണ്ട്. അനവധി മനുഷ്യർക്ക് മദർഹുഡിൻ്റെ പ്രതീകമായി അനുഭവിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്ത എന്ന ഈ മദർഹുഡിൻ്റെ പ്രതീകവും നമ്മുടെ മുൻപിലുള്ള. അതിൽ രണ്ടാമത്തെ മായയാണ് എനിക്ക് കൂടുതൽ പരിചയം. അങ്ങനെയുള്ള എന്ന് പറയുന്നത്, മായെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് മാക്സിം ഗോർക്കിയുടെ അമ്മയാണ്. ആ അമ്മയെ നമ്മൾ കേരളത്തിലേക്ക് ഇമാജിൻ ചെയ്താൽ നമ്മുടെ മനസ്സിൽ വരുന്ന മുഖം എന്ന് പറയുന്നത് ഈ മുഖമായിരിക്കും. അപ്പം ഇങ്ങനെയൊരു കേരളത്തിൽ ഈ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ആരംഭിച്ച കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സൈനിക സായുധ വിപ്ലവ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റൊരു സംസ്ഥാനത്തും മായെപ്പോലെ റവല്യൂഷണറി മദർഹുഡിനെ പ്രതീകവൽക്കരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ വിപ്ലവകാരി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ അറിവ് വെച്ച് ബംഗാളിൽ ഉണ്ടായിട്ടില്ല,
ഈ പ്രസ്ഥാനം നക്സലി പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ സജീവമായിരുന്ന ബംഗാളിൽ ഉള്ളതായി നമുക്കറിവില്ല. ഉണ്ടോ? പിന്നെ ആന്ധ്രാപ്രദേശിലുള്ള ഉണ്ടായിട്ടുള്ളതായി നമുക്കറിവില്ല. അവിടെയൊക്കെ ഒരുപാട് സ്ത്രീകൾ അന്നും ഇന്നും ഈ നക്സലൈറ്റ് വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ മായെപ്പോലെ റവല്യൂഷണറി മദർഹുഡ് എന്ന് പറയുന്ന സങ്കല്പത്തെ മൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ വിപ്ലവകാരി ഉണ്ടായിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഞാൻ കേട്ടിട്ടില്ല. ഈ റവല്യൂഷണറി മദർഹുഡിനെ പ്രതീകവൽക്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പലർക്കും രാഷ്ട്രീയം മാത്രമല്ല വൈകാരികമായ ഒരു അനുഭൂതിയും ഒരു അനുഭവമായി മാറുന്നത്. നേരത്തെ ഡോക്ടർ കൃഷ്ണകുമാറിനെ പോലെയുള്ള മായയെ വളരെയധികം ഒട്ടനവധി സ്നേഹിച്ചിരുന്ന ഒരുപാട് പേർ ഈ മായയിൽ നിന്ന് വിപ്ലവപരമായ ഇത് മാത്രമല്ല ഒരുതരം മെറ്റേണൽ വാത്സല്യം അനുഭവിച്ചവരുണ്ട്. കോഴിക്കോടുകാർക്കൊക്കെ അതറിയാം. പലപ്പോഴും കൂടുതലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് റിട്ടയർ ചെയ്ത് വീണ്ടും ഇതിൻ്റെ ഭാഗമായ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ പുതിയ പുതിയ പാർട്ടികളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തവർക്ക് അണിയറ സഹായങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു മദർഹുഡിൻ്റെ കേന്ദ്രമായി മെഡിക്കൽ റോഡിൻ്റെ പേരെന്താണ്? നിങ്ങളുടെ വീട് മെയ്ദിന റോഡിലെ മായയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. പല ആളുകളും മായ അന്ന് വാർദ്ധക്യമായതുകൊണ്ടും മറ്റ് സഞ്ചരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ മായ അങ്ങോട്ട് പോയി കാണുന്നതായിരുന്നു പതിവ്. പക്ഷെ അപ്പോഴൊക്കെ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും നമ്മൾ വീണ്ടും നമ്മുടെ പാതയിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനാണ് പരോക്ഷമായി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു സാധാരണ ഒരു ബയോളജിക്കൽ മദർ, അജിതയുടെ ബയോളജിക്കൽ മദർ എന്ന നിലയ്ക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു സാധാരണ അമ്മമാർക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. അവരുടെയൊക്കെ മായയുടെ മക്കളുടെ പ്രായമുള്ളവരാണ് മായ സന്ദർശിക്കുന്നവരിൽ ഭൂരിപക്ഷവും. പക്ഷെ ഇവരുടെ ഈ സ്വകാര്യ ജീവിതത്തിന് വളരെ ഹാനി സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദുഃഖിക്കുന്ന സാധാരണ പരമ്പരാഗതമായ അമ്മമാർ അവരെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ ഒരുപാട് സ്വകാര്യമായ പീഡകളും ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാതയിൽ മുന്നോട്ട് കുതിക്കാനാണ് എപ്പോഴും നേരിട്ട് ഉപദേശം കൊടുക്കാറില്ലെങ്കിലും മായുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള മായെപ്പറ്റിയുള്ള ഈ 4 പുസ്തകങ്ങൾ ഒന്നിച്ച് സമാഹരിക്കുകയും അത് വളരെ ഇപ്പോൾ കഴിഞ്ഞ 15 ദിവസം 19-ാം തീയതി അല്ലേ, ഒക്ടോബർ 25-ന് മായയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് കോഴിക്കോട് അതിഗംഭീരമായ ഒരു പരിപാടി നടന്നിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഭാഗങ്ങളിൽ പണ്ടും അതിനുശേഷവും ഇന്നും പലതരത്തിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിലും മറ്റ് പാരിസ്ഥിതിക സ്ത്രീ വിമോചന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെ കൂടിയിരുന്നു. ഫ്രണ്ട്സ് ഓഫ് മാ എന്ന പേരിൽ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇത് സംഘടിപ്പിച്ചത്. ആ സംഘാടന നേതൃത്വം കൊടുത്ത യാക്കൂബ് ഇവിടെ വന്നിട്ടുണ്ട്. മറ്റ് പല ആളുകൾ, രമേശൻ, ജോസി, ഇവരൊക്കെ ഈ പുസ്തകം തയ്യാറാക്കിയവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം മായയുടെ പേരിൽ മായയുടെ ജന്മശതാബ്ദി വർഷത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ഈ പുസ്തക പ്രസാധക സംഘത്തോടുള്ള അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നീട് സംസാരിക്കേണ്ടത് രാജീവ് മാഷായിരുന്നു. രാജീവ് മാഷ് അസുഖമായതുകൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ചർച്ച ആരെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ സംസാരിക്കായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഓർമ്മ പതിറ്റാണ്ടുകൾ പിന്നോക്കം പോവുകയാണ്. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് വെള്ളമുണ്ട വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അജിത ചേച്ചി ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുന്ന ചിത്രം എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകരുമൊക്കെ ആയിട്ട് ഈ പത്രം, മലയാള മനോരമ പത്രത്തിൽ ഇത് കാണിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായ ഞാനിത് കാണുന്നുണ്ട്. അന്ന് അജിത ചേച്ചി ഞങ്ങളുടെ മനസ്സിലേക്ക് കയറിയതാണ്. അജിത ചേച്ചിയെ കാണണമെന്നുള്ള ആഗ്രഹം എനിക്ക് സാധ്യമായത് 2001 ചേച്ചി ഡൽഹിയിൽ ഏതോ ഒരു കേസ് നടത്താൻ വന്നപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഞാൻ കണ്ടു. ഞാൻ ഓടി ചെല്ലുകയായിരുന്നു. അപ്പം ഞാനിവിടെ സെക്രട്ടേറിയറ്റിൽ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് ആദ്യം പോയത്, ഒരു തീർത്ഥാടനം പോയത് അജിത ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. അന്ന് അജിത ചേച്ചിയുടെ മോളുണ്ട് അവിടെ,
ഹസ്ബൻഡും ഉണ്ട്. അദ്ദേഹം എവിടെയോ പോയിരിക്കായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മത്സ്യപുരാണത്തിലുള്ള ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന, ഞാനൊരു നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഭരണകൂടത്തിൻ്റെ. അത് കുട്ടികൾക്ക് ആഹാരം നൽകുന്നതിൽ, സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ, പാവങ്ങളെ ഉദ്ധരിക്കുന്നത്, ഇതെല്ലാം അടങ്ങിയ ഭാഗമാണ് ഭാഗം 4 ഇന്ത്യൻ ഭരണഘടനയുടെ. ആ ഭാഗം 4 എൻലിവൻ ചെയ്യാൻ വേണ്ടി, അതിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി, അതിന് ജീവൻ നൽകുവാൻ വേണ്ടി ശ്രമിച്ച ഒരമ്മ തന്നെയാണ് മന്ദാകിനി എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഞാൻ ആ അമ്മയെ ഒരു തവണ പോലും കണ്ടിട്ടില്ലെങ്കിലും അവരെൻ്റെ മനസ്സിൽ സജീവതയോടെ ജീവിക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ് അജിത ചേച്ചി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ് വർഗീസ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണയ്ക്ക് എതിരാണ് മന്ദാകിനി എന്നുള്ള നമ്മുടെ ധാരണ തന്നെ തിരുത്തേണ്ടിയിരിക്കുന്നു. ആ ഭരണഘടനയെ എൻലിവൻ ചെയ്യുകയാണ്. ഡെഡായിട്ട് കിടക്കുന്ന അക്ഷരങ്ങളെ ഉജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണ്, അതിനെ ജീവത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹോമിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ ആംഗിളിൽ എനിക്കൊരു പുസ്തകം ചെയ്യണമെന്നുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ഒരു പുസ്തകം ഇന്ന് ചെയ്യേണ്ടതായിരുന്നു. അത് KSRTCയിലെ ആദ്യ ജനറേഷൻ കണ്ടക്ടർമാരെ കുറിച്ചാണ്, വനിതാ കണ്ടക്ടർമാരെ കുറിച്ചാണ്. അതിൽ ഞാൻ അജിത ചേച്ചിയുടെ നിന്ന് ഒരു അവതാരിക വാങ്ങിക്കാമെന്ന് ആദ്യം എനിക്ക് ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അജിത ചേച്ചിയെ ഒഴിവാക്കിയിട്ട് മന്ദാകിനി അമ്മയെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള ചാപ്റ്ററുകളിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അത് ഞാൻ ഒന്നുകൂടെ തിരുത്താൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ ഈ അജിത ചേച്ചിയെ സമീപിക്കുമ്പോൾ, മന്ദാകിനിയെ സമീപിക്കുമ്പോൾ, കുന്നിരിക്കനെ സമീപിക്കുമ്പോൾ, വർഗീസിനെ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹത്തെ, ഈ മൃതമായ ഭരണഘടനയെ സജീവതയിലേക്ക് കൊണ്ടുപോകാൻ സ്വന്തം ജീവൻ രക്തം നൽകിയ ആളുകളായിട്ട് വേണം അവരെ തിരിച്ചറിയാൻ. അല്ലാതെ അവരെ എക്സ്ട്രീമിസ്റ്റായിട്ടോ അല്ലെങ്കിൽ അവർ മനസ്സാക്ഷിയില്ലാത്തവരോ ക്രൂരന്മാരോ ആയിട്ടോ അല്ല കാണേണ്ടത്. അവരെ കാണേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ജീവൻ നൽകി സ്ത്രീ സ്വാതന്ത്ര്യവും ശിശു ക്ഷേമവും സാധുക്കളുടെ ഉദ്ധാരണവും സാധ്യമാക്കുവാൻ വേണ്ടിയിട്ട് അവർ ജീവരക്തം നൽകിയവരായിട്ടാണ് ഞാൻ കാണുന്നത്. ആ രീതിയിലൊരു പുസ്തകം ആരെങ്കിലും ചെയ്താൽ നന്നായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ ഇവർ സജീവതയിലേക്ക് കൊണ്ടുവന്നു എന്ന് ചിന്തിക്കാം. അന്ന് പുൽപ്പള്ളിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശേഷം എത്രയോ അവിടുത്തെ മർദ്ദനങ്ങളിൽ എത്രയോ കുറവ് വന്നിട്ടുണ്ട്, അവിടെ എത്രയോ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിൻപിൽ ഇവരില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ആ ആംഗിളിൽ കൂടി ഇത് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് നല്ല ഭാഷാസ്വാധീനമുള്ള ആളുകൾ മുൻപോട്ട് വരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അജിത ചേച്ചി ഇരിക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു.